എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മണി ബ്ലോഗ്സിലെ ഇപ്പം പല ആൾക്കാരും മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പം അവരുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അതിൽ കുറെ റീസൺസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണ് നമ്മുടെ ആക്ച്വൽ റീസൺ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഫസ്റ്റിലെ തന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം സാധിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവരും പറയാറുണ്ട്, നമ്മൾ ഇപ്പം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. പക്ഷെങ്കിൽ ഈ മണി റിലേറ്റഡ് അല്ലെങ്കിൽ മണിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന ഡെയിലി ലൈഫിൽ നമ്മൾ ഈ മണിയായിട്ട് ഉണ്ടാകുന്ന ഈ ഒരു നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് അങ്ങനെ മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ എനർജി ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് നിങ്ങളുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള എനർജി എന്താണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മണി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഒരു 10 പോയിന്റ്സ് നിങ്ങൾ എഴുതാം. ഇപ്പൊ മണി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പം ഒരു സാധനം വാങ്ങിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ്? നിങ്ങൾക്ക് ഹാപ്പിയാണോ, പേടിയാണോ, ടെൻഷനാണോ, എന്താണ് നിങ്ങളിൽ ഉണ്ടാകുന്ന ഫീലിങ്സ്? അത് നിങ്ങൾ ആ പേപ്പറിന്റെ അത് മെൻഷൻ ചെയ്ത്, നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ മണി ബ്ലോക്ക് മാറ്റുന്ന ഈ പാർട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഫസ്റ്റ് ടൈം എന്റെ ചാനൽ കാണുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു പോവുക. അപ്പം നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്തൊക്കെ ഫീലിങ്സ് ആണ് നമ്മുടെ. ചില ആൾക്കാർക്ക് നമ്മുടെ കുഞ്ഞിലെ പേരൻസ് പറഞ്ഞ ചില കമന്റ്സ്, അല്ലെങ്കിൽ പണം മരത്തിൽ കായ്ക്കുന്നതല്ല, പിന്നെ പൈസ ഉണ്ടാക്കാൻ എളുപ്പമല്ല, അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ്, അങ്ങനെയുള്ള നമ്മളെ കുഞ്ഞിലെ തൊട്ട് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം ആ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്ന കാര്യം, അല്ലെ മണിയല്ല ക്യാഷ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ് ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പൈസ ചെലവാക്കുമ്പോൾ അല്ലെ പൈസ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്, അതും ഒരു 10 പോയിന്റ്സ് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് ഇത് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എനർജി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഈ എനർജിയെ നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് നമ്മളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു വെൽത്തി മൈൻഡ് സെറ്റിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലേക്ക് പോകണം. അതിന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ക്ലിയർ ചെയ്യണം, ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മുൻ ജന്മത്തിലാണെങ്കിലും ഈ ജന്മത്തിലാണെങ്കിലും നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ക്ലെൻസ് ചെയ്യാൻ